വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. സാധാരണ ചിക്കൻ റെസിപ്പിയിലെ പോലെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി സമയം കളയുന്ന പണിയൊന്നും തന്നെ ഇതിലില്ല. ഇതായി കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഞാൻ എടുക്കുന്ന ചിക്കൻ്റെ അളവും പൊടിയുടെയൊക്കെ അളവും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ ശ്രമിക്കണം. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ചൂട് കട്ടിയുള്ള കടായി എടുക്കുക. കുറച്ചേറെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് സവാള വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്ന. സവാള നല്ല വലുപ്പമുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആണെങ്കിൽ 3 സവാള എടുക്കുക. സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാ സവാളയും ഒരുപോലെ ബ്രൗൺ ആക്കി എടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ബ്രൗൺ ആക്കി എടുക്കില്ലേ, അതുപോലെ ബ്രൗൺ ആക്കി എടുക്കുക. ഇതിലും കുറച്ച് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ 2 ബാച്ചായിട്ടിട്ട് വറുത്തെടുത്താലും മതി. ഞാനിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇത് ബ്രൗണായി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയമാകുമ്പോഴത്തേന് തീ നല്ലവണ്ണം കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള ഒട്ടും കരിഞ്ഞു പോകാതെ നോക്കുക. നന്നായിട്ട് ഇതെല്ലാം ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതിനി കോരി മാറ്റണം. ഈ ചിക്കൻ ചുക്ക വെളിച്ചെണ്ണയിൽ ചെയ്യുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുക. ഇതിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കടായിലെ ബാക്കി എണ്ണയുണ്ട്, ഇതിന് തന്നെ അത് ഉപയോഗിക്കാം. ഇനി ഇതാ വലിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 750 ഗ്രാം, 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിരുന്നു, അതെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, അത് ചേർക്കുക. 1 പച്ചമുളക് മാത്രം അരിഞ്ഞ് ചേർക്കുക. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം ചേർക്കുക, ചെറിയ ജീരകം. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. എരിവുള്ളത് എരിവില്ലാത്തതോടെ മിക്സ് ചെയ്ത് വേണേൽ ചേർക്കാം. അതേ അളവിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഇനി 1 ടീസ്പൂൺ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ചേർത്ത് പൊടിച്ചതാണ്. വീട്ടിലെ പൊടിച്ചെടുത്താണ്, ഇല്ലെങ്കിൽ ഗരം മസാല റെഡിമെയ്ഡ് പൗഡർ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അത് കയ്യിലിട്ടൊന്ന് ഞെരടി ഒന്ന് പൊടിച്ച് ചേർക്കുക. ഇനി തൈര് ചേർക്കുക. 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചേർത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. പോരെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അത് ചേർക്കാം. കൈവച്ച് ചുമ്മാ ഒന്ന് പൊടിക്കുക. എത്രയും പൊടിക്കാമെന്ന് അത്രയും ഒന്ന് ഞെരടി പൊടിക്കുക. നന്നായിട്ടിത് പൊടിയില്ല. ഇത് അതോടെ ചേർത്തിട്ടുണ്ട്. ഇളക്കി വെക്കാനുള്ള ഐറ്റംസ് എല്ലാം ആയിട്ടുണ്ട്. ബാക്കി ഐറ്റംസ് പിന്നീട് ചേർക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൈവച്ച് ഞെരടി എടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. എനിക്ക് തോന്നുന്നത് ഇതൊരു എളുപ്പമുള്ള റെസിപ്പി തന്നെയാണ്. നമുക്ക് ഇച്ചിരി പണിയായിട്ട് തോന്നുന്നത് ആ സവാള വറുത്തെടുക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിൽ എന്തായാലും സവാള വറുത്ത് കോരണം. നാളെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിരിയാണിക്ക് സവാള വറുക്കുന്ന കൂട്ടത്തിൽ ഈ ചിക്കനൂടെ ചേർത്തുള്ള സവാള വറുത്ത് മാറ്റി വെച്ചാൽ മതി. പിറ്റേ ദിവസം പണി കുറച്ച് എളുപ്പമാവുമല്ലോ. ഒരു എളുപ്പപ്പണി പറഞ്ഞത് മാത്രം. ഇതാ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വയ്ക്കണം. അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരത്തേനെങ്കിലും മൂടി മാറ്റി വയ്ക്കാം. വീണ്ടും ഇതാ അതേ കടായി തന്നെ എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത്ര എണ്ണ മാത്രമേ ഉള്ളൂ, വേറെ എണ്ണ ഒഴിച്ചിട്ടില്ല. എണ്ണ ചൂടായി ഒരല്പം പെരിഞ്ചീരകം ചേർക്കുക. കുറേയേറെയായിട്ട് വറ്റൽമുളക് കൂടെ ചേർക്കുക. കൂടെ കുറേ കറിവേപ്പിലയും ചേർക്കുക. ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ആ മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി നല്ലവണ്ണം എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 25-30 സെക്കൻഡ് നേരത്തിന് ഇളക്കി കൊടുക്കുക. ഞാൻ എടുത്ത ചിക്കനെ നല്ലവണ്ണം കഴുകി വലപാത്രത്തിലിട്ട് നല്ലവണ്ണം വെള്ളം വാർന്നതിന് ശേഷമാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിൽ ചിക്കനകത്ത് ഇപ്പം വെള്ളം ഒന്നും തന്നെ ഇല്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം ഒന്ന് ചിക്കൻ ചൂടായിട്ടുകൊണ്ട് ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർക്കുകയാണ്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇത് ഈ മസാലയൊക്കെ ഒന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടി വെള്ളം ചേർത്താണ്.
ഒത്തിരി വെള്ളമൊന്നും തന്നെയില്ല, ചിക്കനൊന്ന് പെരണ്ട് മസാലയൊക്കെ പെരണ്ട് ചേർന്ന് വന്നിട്ടേ ഉള്ളൂ. ഇനി ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാനായിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം തട്ടിപ്പൊത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്നു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കണേ. ഇനിയും കുറച്ചുകൂടി വെള്ളം ഇറങ്ങാനായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും വെള്ളം ചിക്കനിൽ നിന്ന് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ചിക്കൻ പകുതിയോളം വെന്തിട്ടുമുണ്ട്. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഇതുപോലെ ഇളക്കി കൊടുക്കുക, അല്പം ഒന്ന് നിരത്തിയിടുക, വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ട് ബാക്കി വേവിച്ചെടുക്കാം. ചിക്കൻ്റെ വെള്ളം വറ്റിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ കുറേശ്ശായിട്ട് ഇളക്കിയിടുക, പിന്നെ നിരത്തിയിടുക, ഇളക്കി കൊടുക്കുക. അങ്ങനെയാണ് ഇനി ബാക്കി വേവിച്ചെടുക്കേണ്ടത്. എണ്ണയൊക്കെ പിരിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുമുണ്ട്. ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ചിക്കന്. ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കിയെടുക്കാം. വെള്ളമൊക്കെ വറ്റി ഒന്ന് പെരണ്ട് വന്നതിന് ശേഷം പെരുംജീരകം മാത്രമായിട്ട് പൊടിച്ചാണ് 1/2 സ്പൂൺ ചേർക്കുക. വീണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ചേറെ ചേർക്കുക. കുറച്ച് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചേർക്കുക. മല്ലിയില ഇതിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. മല്ലിയില ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം മല്ലിയില ചേർക്കുക. മസാലയൊക്കെ ചിക്കനോട് ചേർന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി ഡ്രൈ ആകാതെ നനവോടുകൂടി പെരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. സവാളയെല്ലാം നല്ലവണ്ണം വെന്ത മസാലയോട് ചേർന്നിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി എടുക്കുമ്പോൾ എരിവുള്ള ചേർക്കുക, അല്ലെങ്കിൽ എരിവുള്ളതും എരിവില്ലാത്തതും മിക്സ് ചെയ്ത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഇതിപ്പോൾ എന്തിൻ്റെ കൂടെ മാച്ചായിട്ട് പോകും. ചപ്പാത്തി, നാന്, പുട്ട്, ഉപ്പുമാവ്, ചോറ് ഒന്നും എടുത്തു പറയേണ്ടതായിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ബ്രെഡിൻ്റെ കൂടെ പോലും നല്ല ടേസ്റ്റായിട്ട് ഒത്തുപോകും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.